ഹേയ് വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വേജ്. നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വണ്ടി അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു ന്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 2026 RAV4ൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ഡീലർഷിപ്പിലൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. സെയിലല്ല, ബട്ട് സ്റ്റിൽ അവിടെ നമുക്ക് ഡെമോ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു വണ്ടീൻ്റെ ഒരു ക്വിക്ക് ഗ്ലിംസ് നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇതാണ് നമ്മുടെ ഈ ഒരു RAV4 2026 RAV4 വരുന്നത്. വളരെ സ്റ്റൈലിഷ് ആയിട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടും വരുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു RAV4 വരുന്നത്. ഇതിൻ്റെ ആ ഒരു ഡിസൈൻ നമ്മുടെ ഒരു ഫ്രണ്ടിൽ നിന്നാണെങ്കിലും ബാക്കിൽ നിന്നാണെങ്കിലും കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വരുന്നത്. ബാക്കിലേക്ക് വരുമ്പോഴത്തേനാണെങ്കിലും കംപ്ലീറ്റ്ലി അതും വേറെ ഒരു ഡിസൈനാണ്. RAV4 എന്നുള്ള ബാഡ്ജിങ് ഒക്കെ നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റും. വളരെ നീട്ടി എഴുതിയിട്ട് ടൊയോട്ടേൻ്റെ ബാഡ്ജിങ് ഒക്കെ നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് പോയിട്ടുണ്ട് വണ്ടീൻ്റെ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും. അതുപോലെ ഇതിന് വരുമ്പോഴത്തേനും നമുക്ക് 20 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ് വരുന്നത്. പനോറമിക് മൂൺ റൂഫ് വരുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റൈലിംഗ് ഒക്കെ ആണെങ്കിൽ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അതുപോലെ ഇതിനകത്ത് വേറെ ഒരു അപ്ഡേറ്റ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി RAV4ന് ഹൈബ്രിഡ് വേർഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ന്യൂസ് നമുക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹൈബ്രിഡ് മാത്രം വരുമ്പോൾ നമുക്ക് പ്രൈസിങ്ങിൽ ഒരു ചെറിയൊരു ഡിഫറൻസ് വരും. കാരണം ഹൈബ്രിഡിന് പൊതുവെ ആ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഡിഫറൻസ് നമുക്ക് ആ ഒരു ബേസ് ചെയ്യുന്ന മുതൽ നമുക്കത് ഫീൽ ചെയ്യും. പ്രൈസിങ്ങിൽ എന്തായാലും ഡിഫറൻസ് വരും. പക്ഷേ ടൊയോട്ടേൻ്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ റീസെയിലും അല്ലെങ്കിൽ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലും കാര്യങ്ങളിലൊന്നും ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വണ്ടി മേടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഇതെങ്ങനെ ഓടിക്കോളും. നമ്മൾ അതിൻ്റെ ആ ഒരു പരിപാടികളൊക്കെ ചെയ്താൽ മതി. ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് തന്നെ പോകും. അതുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ ആ ഒരു ചെറിയ ഡിസൈൻ ചേഞ്ച് അല്ലെങ്കിൽ ഡിസൈൻ ചേഞ്ച് ഇല്ലെങ്കിൽ പോലും ഓരോ വർഷവും നമുക്ക് ആ ഒരു വണ്ടിയിൽ പ്രൈസിന് ഡിഫറൻസ് വരുന്നത്. നമ്മളിപ്പോൾ ആ ഒരു പഴയ 2025 വേർഷൻ എടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഹൈബ്രിഡ് സ്റ്റാർട്ടിങ് വരുന്നത് 39 ആണ്. അപ്പോൾ നമുക്കൊരു എക്സ്പെക്റ്റഡ് എങ്ങനെ പോയാലും ഒരു $40,000 ഒക്കെ ആയിരിക്കും. ഒരു 40,000 അല്ലെങ്കിൽ 41,000 ആ റേഞ്ച് ആയിരിക്കും നമ്മൾ ആ ഒരു എക്സ്പെക്റ്റഡ് നമ്മൾ ആ ഒരു വണ്ടീൻ്റെ ഒരു ഇനീഷ്യൽ നമ്മുടെ ഈ 2026 വേർഷൻ്റെ നമ്മളൊരു ഇത് വരിക എന്നാണ് എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു ഗസ്. നമ്മളൊരു ടോപ്പ് എൻഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും ഓൾമോസ്റ്റ് ഒരു $60,000 എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ ഈ ഒരു 2026 വണ്ടി എന്തായാലും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. എന്തായാലും ഒരു ഫ്യൂച്ചർ പ്രൂഫ് അല്ലെങ്കിൽ ഒരു 3-4 വർഷത്തേക്ക് ഇനി ടൊയോട്ടയിൽ നിന്ന് നമുക്ക് ഒരു അപ്ഡേറ്റ് പ്രതീക്ഷിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും ഇത് തന്നെയായിരിക്കും ഇനിയൊരു ഞാൻ പറഞ്ഞ പോലെ ഒരു 3-4 വർഷത്തേക്ക് ടൊയോട്ട ക്യാരി ഓൺ ചെയ്യാൻ പോകുന്ന ആ ഒരു ഡിസൈനിൻ്റെ ഒരു തീമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പുതിയ ഡിസൈനൊന്നുമല്ല. പുതിയ ഡിസൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൊയോട്ടയിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഡിസൈനാണ്. നമ്മൾ ക്യാമറ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു ഡിസൈൻ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ക്യാരി ഓൺ ചെയ്തേക്കുന്നത്. ആ ഒരു ഫ്രണ്ടിലെ ഡിസൈനൊക്കെ ആണെങ്കിലും ബാക്കിലൊക്കെ ആണെങ്കിലും ഇത് ഏകദേശം ആ ഒരു ക്യാമറേൻ്റെ ആ ഒരു ഡിസൈൻ തന്നെയാണ് ക്യാരി ഓൺ ചെയ്തേക്കുന്നത്. ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഒബ്വിയസ്ലി, ബട്ട് അതേ ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴും കാണുന്നത്. നമ്മൾ കൊറോളയിലാണെങ്കിലും ഇനി അല്ലാണ്ട് ബാക്കി വരുന്ന ടൊയോട്ടേൻ്റെ വണ്ടികളിലൊക്കെ നമുക്കിനി ഈ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയായിരിക്കും നമുക്കിനി എന്തായാലും കാണാൻ പറ്റുന്നത്. അതുപോലെ ടെക്നോളജി വൈസ് നമ്മളിപ്പോൾ ഇവിടേക്കൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ ആ ഒരു ഇൻറ്റീരിയർ ഡാഷ്ബോർഡൊക്കെ വരുമ്പോഴത്തേനും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട്, വീണ്ടും ഞാൻ പറയുകയാണ്, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വലിയൊരു സ്ക്രീൻ, നിങ്ങൾ ആ ഒരു ഡയഗണലായിട്ടുള്ള ആ ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നല്ല ഒരു ഏകദേശം ഒരു 15 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീന് നമുക്കിവിടെ വരുന്നുണ്ട്. അതല്ലാണ്ട് നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണെങ്കിലും അത്യാവശ്യം സെയിം അതുപോലെ അതിനേക്കാൾ വലുത് അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് വരുന്ന ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒക്കെ ആണെങ്കിലും ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. വേരിയൻറ്റ് വരുമ്പോൾ അത് മാറും, ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു സെറ്റപ്പ് തന്നെയായിരിക്കും നമുക്ക് ഇതിനകത്തോട്ട് വരുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു സെൻട്രൽ കൺസോളിലേക്കൊക്കെ വരുമ്പോഴത്തേനും അവിടെയാണെങ്കിലും നല്ലൊരു എന്താ പറയുക ഡിസൈനൊക്കെയാണ് നമുക്ക് വരുന്നത്. ഗിയർ നോബ് ഒക്കെ മാറിയിട്ടുണ്ട്. ഗിയർ നോബ് ചെറിയ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ടോഗിൾ ബാർ പോലത്തെ ഒരു സെറ്റപ്പിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് JBLൻ്റെ സൗണ്ട് സിസ്റ്റം വരുന്നുണ്ടാവും. ടൊയോട്ടയിൽ വേറൊരു എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൗണ്ട് സിസ്റ്റം വളരെ പ്രീമിയം ആയിരിക്കും. ടൊയോട്ടയിലെ ഏതൊരു വണ്ടികളിൽ എടുത്ത് നോക്കിയിട്ടുണ്ടായാലും JBL ആണ് JBL അല്ല എന്നൊക്കെ നമുക്കിപ്പോൾ അതിനകത്തൊരു ഡിഫറൻസിയേഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇപ്പം എൻ്റെ പേഴ്സണൽ വണ്ടിയാണെങ്കിലും കൊറോള ക്രോസ് ആണ്. അതിൻ്റെ ഒരു സൗണ്ട് സിഗ്നേച്ചറൊക്കെ ആണെങ്കിലും വളരെ അടിപൊളിയാണ്. എൻ്റെ ടോപ്പ് മോഡൽ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു JBLൻ്റെ സൗണ്ട് സിസ്റ്റം അല്ല വരുന്നത്.
ബട്ട് സ്റ്റിൽ അതിൻ്റെ ഒരു സൗണ്ട് സിഗ്നേച്ചർ കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഇതിനകത്തോട് വരുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൊയോട്ടേൻ്റെ സേഫ്റ്റി സെൻസ് 4.0. ഈ 4.0ലേക്കൊക്കെ വരുമ്പോഴത്തേനും കൂടുതൽ നമുക്ക് ആ ഒരു ഓട്ടോണോമസ് ഡ്രൈവിംഗ് ഫീച്ചർ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ കൂടും. അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്കിതിനകത്ത് ബൂട്ട് സ്പേസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വളരെ ഭയങ്കരമായ ഡിഫറൻസ് ഒന്നും വരില്ല. ബട്ട് ഒരു നമ്പറിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു എന്താ പറയുക ബൂട്ട് സ്പേസിലേക്കോ അല്ലെങ്കിൽ ലെഗ് റൂം കാര്യങ്ങളിലേക്കൊന്നും വലിയൊരു ഡിഫറൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. മില്ലിമീറ്ററിൻ്റെ അങ്ങനത്തെ ഒരു ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ വരാനേ ചാൻസ് ഉള്ളൂ. പവർ ഫിഗറിലേക്കൊക്കെ ആണെങ്കിലും വലിയ ഡിഫറൻസ് വരില്ല. നമുക്ക് ആ ഒരു 2.5 ലിറ്ററിൻ്റെ ആ ഒരു എഞ്ചിൻ തന്നെയായിരിക്കും നമുക്ക് വരിക, ഹൈബ്രിഡ് എഞ്ചിൻ. നമ്മുടെ പഴയ RAV4ലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് ആ ഒരു എഞ്ചിൻ തന്നെയായിരിക്കും ഇതിനകത്തോട്ട് വരുമ്പോഴും നമുക്ക് വരുന്നത്. എനിക്ക് ഇതിനകത്ത് നമ്മുടെ ആ ഒരു പഴയ എഞ്ചിൻ തന്നെയായിരിക്കും നമുക്ക് വരുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു റീഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറോ എക്സ്റ്റീരിയറോ ഒക്കെ വരുമ്പോൾ തന്നെ നമുക്കിത് വളരെ പ്രീമിയം ആയിട്ടും വളരെ ഒരു എന്താ പറയുക ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വണ്ടി നമ്മൾ ഓടിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് വരിക. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക ഇതിൻ്റെ ഒരു ഗ്ലിംസ് മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. വണ്ടികളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ കാനഡയിൽ മിക്ക സ്ഥലങ്ങളിലും തന്നെ ഇത് ഇപ്പോൾ ഡീലർഷിപ്പിലേക്ക് വണ്ടി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പറ്റുന്ന അത്രയും ഫാസ്റ്റിൽ നമുക്ക് ഈ ഒരു വണ്ടീനെ നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ ആരെങ്കിലും വണ്ടി എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രീ ഓർഡർ ചെയ്യുക. നല്ലൊരു RAV4ൻ്റെ എന്താ പറയുക പുതിയ വേർഷൻ വന്നിട്ടുണ്ട്. അതുപോലെ പഴയ വേർഷനകത്ത് ചെറിയ നമുക്ക് എന്താ പറയുക ഇങ്ങനത്തെ ക്രിസ്മസ് ഒക്കെ വരുവാണ്, ഇയർ എൻഡ് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ചെറിയൊരു ഡിസ്കൗണ്ടിലൊക്കെ കാര്യം വണ്ടി കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് പുതിയൊരു വണ്ടി വേണ്ടെങ്കിൽ, പുതിയ വണ്ടി എന്ന് പറഞ്ഞാൽ 2026 വേണ്ട, 2025 വേർഷനൊക്കെ മതിയെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യുക. അത്യാവശ്യം നല്ലൊരു റേറ്റിൽ അതും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ സ്റ്റോക്ക് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. കാരണം അവർ ആ ഒരു എന്താ പറയുക ഈ ഒരു പുതിയ മോഡൽ വരുന്നതുകൊണ്ട് തന്നെ പഴയ മോഡലിന് സ്റ്റോക്കും ഉണ്ടാവും. അത്യാവശ്യം നല്ല റേറ്റിൽ നിങ്ങൾക്ക് അത് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുക. RAV4 ആയതുകൊണ്ട് തന്നെ ഞാനത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്നാലും റിലയബിൾ ആയിരിക്കും, നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്രൂഫായിട്ട്. അതുപോലെ വണ്ടി തിരിച്ചു കൊടുക്കണം, റീസെയിലൊക്കെ ആണെങ്കിൽ അടിപൊളി റീസെയിലും കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുന്ന ഒരു ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ടൊയോട്ടേൻ്റെ RAV4. അപ്പോൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമൻറ്റിൽ പറയുക. അതുപോലെ നമ്മുടെ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് വണ്ടി എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക് യു.